ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കായി ദോ ചാപ്റ്റർ 3 ആണ്. ഹാജി കി കഹാനി, ആ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഹാജി കി കഹാനി കിസ് വിധാ കി രചന ഹെ? കഹാനി. ഹാജി കി കഹാനി കിസ്की रचना है? गीत चतुर्वेदी. നമൂനെ के अनुसार खाली गोले फरे സർവനാമൻ്റെ സംയുക്ത രൂപമാണ്. വഹ് പ്ലസ് മീം ഉസ്മീം, വഹ് പ്ലസ് കാ ഉസ്കാ, വഹ് പ്ലസ് നെ ഉസ്നെ, വഹ് പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് पर ഉസ് पर, വഹ് പ്ലസ് को ഉസ്കോ, വഹ് പ്ലസ് से उससे, वह प्लस की उसकी. नमूने के अनुसार कहानी से शब्द युग्मों को चुनकर लिखे. संग साथ, पीछे पीछे, साथ साथ, खेलते टहलते, दिन भर, उचक उचक कर, बाइट बाइट. निम्नलिखित प्रत्येक शब्द का प्रयोग किन किन शब्दों की विशेषता सूचित करने के लिए किया गया है? कहानी से ढूंढ कर लिखे. ഷാൻദാർ പിള്ള, ഇതിൽ ഷാൻദാർ എന്നുള്ളത് വിശേഷണ ശബ്ദവും പിള്ള എന്നുള്ളത് വിശേഷവുമാണ്. അതുപോലെ മസ്ബൂർ ഹാലത്ത്, ബഹുത്ത് സൗഭാഗ്യശാലി, रोज़ सुबह, खुली आँखें, गहरी दोस्ती, മൂക്ക് ജാൻവർ. വിശേഷൺ ശബ്ദം എന്ന് പറഞ്ഞാൽ നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ, സംജ്ഞ അല്ലെങ്കിൽ സർവനാമിനെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൺ. ലഗ് ജോഡ്കർ വാക്യ ലിഖേ. ലഗ എന്ന് വെച്ചാൽ തുടങ്ങി എന്നാണ്. മാലിക് മാനേ ലഗ, ബർഫ് ഗിർനെ ലഗി, ലഡ്ക ദേഖ്നെ ലഗ, ലഡ്കി ദേഖ്നെ ലഗി, ലഡ്കെ ദേഖ്നെ ലഗെ, ലഡ്കിയാം ദേഖ്നെ ലഗി. പുല്ലിംഗ ശബ്ദമാണെങ്കിൽ ലഗ ചേർക്കും, സ്ത്രീലിംഗമാണെങ്കിൽ ലഗി ചേർക്കും, ബഹുവചനമാണെങ്കിൽ ലഗി ചേർക്കും, സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ലഗിയും ചേർക്കും. പ്രൊഫസർ ഉയേനെ കോ സഡക് സെ ക്യാ മിൽത്ത ഹെ? പ്രൊഫസർ ഉയേനയ്ക്ക് റോഡിൽ നിന്നും എന്താണ് കിട്ടിയത്? അഗിത നസ്ലക്ക ഏക് ഷാൻദാർ പില്ല മിൽത്ത ഹെ. അഗിത ഇനത്തിലുള്ള ഒരു പട്ടിക്കുട്ടിയാണ് കിട്ടിയത്. പില്ലേക്ക് ഗലെ പർ ബാന്തി പട്ടി പർ ക്യാ ലിഖാത്ത? ആ പട്ടിക്കുട്ടിയുടെ കഴുത്തിലൊരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിൽ എന്താണ് എഴുതിയിരുന്നത്? ഹാജി. ജാപ്പാനി ഭാഷാമി ഹാജി ക അർത്ഥ ക്യാ ഹെ? ഹാജിയുടെ അർത്ഥം എന്താണ് ജാപ്പാനി ഭാഷയിൽ? ആട്ട് ജിസെ പൂരാ ജാപ്പാൻ ബഹുത് സൗഭാഗ്യശാലി അംഗ മാനത്താ ഹെ. ഹാജിയുടെ അർത്ഥം 8 എന്നാണ്. 8 ജാപ്പാനിലൊരു ഭാഗ്യ നമ്പറാണ്. പിള്ളി കോ ഭാഗ്യ കാ മാരാ ക്യോं കഹാ ഗയാ ഹെ? പിള്ളി കോ ഉസ്കെ മാലിക്കിനെ സഡക് പർ ഛോടാ. പട്ടിക്കുട്ടി അതിൻ്റെ ഓണർ റോഡിൽ ഉപേക്ഷിച്ചു പോയി, അതുകൊണ്ടാണ് പട്ടിക്കുട്ടിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞത്. പ്രൊഫസർ ने ഹാജി को लेकर क्या निश्चय किया? എന്താണ് പ്രൊഫസർ ഹാജിയെയും കൊണ്ട് വീട്ടിൽ പോയപ്പോൾ തീരുമാനമെടുത്തത്? जब तक हाजी के मालिक को नहीं मिलेगा तब तक हाजी പ്രൊഫസർ के साथ रहेगा. ഹാജിയുടെ ഉടമസ്ഥനെ കിട്ടുന്നത് വരെ ഹാജി പ്രൊഫസറിനോടൊപ്പം കാണുമെന്നാണ്. പ്രൊഫസർ കോ ഹാജി കാ സ്വഭാവ് അജീബ് ക്യോं ലഗാ? ഹാജിയുടെ സ്വഭാവം പ്രൊഫസറിന് വിചിത്രമായി തോന്നി. എപ്പോഴാണ്? एक सुबह हाजी പ്രൊഫസർ के पीछे पीछे चलकर സ്റ്റേഷൻ പഹുഞ്ച് ഗയ. ഒരു ദിവസം ഹാജി രാവിലെ പ്രൊഫസറിൻ്റെ പിറകെ നടന്ന് സ്റ്റേഷൻ വരെ എത്തി. ഹാജിയുടെ ഈ സ്വഭാവമാണ് പ്രൊഫസറിന് വിചിത്രമായി തോന്നിയത്. പ്രൊഫസർ കെ പരിജൻ ഹാജി കോ ജബറൻ ഘർ ലേ ഗയേ ക്യോं? പ്രൊഫസറിൻ്റെ ഒരു ബന്ധു ഹാജിയെ ബലപൂർവ്വം വീട്ടിൽ കൊണ്ടുപോയി. എന്താണ് കാരണം? പ്രൊഫസർ കെ ബിന ഹാജി ഘർ ജാനെ കെ ലിയെ തയ്യാർ നഹി ഹെ. പ്രൊഫസർ ഇല്ലാതെ ഹാജി വീട്ടിൽ വരാൻ തയ്യാറായില്ല, അതുകൊണ്ടാണ്. ഘടനാओं के क्रमानुसार चित्रों को नंबर दे और प्रसंगानुकूल वाक्य चुनकर लिखे. बक्से में बंद छोड़ा हुआ पिल्ला हाजी. हाजी को प्रोफेसर उठा लेता है. हाजी प्रोफेसर के परिवार का एक सदस्य बन जाता है. प्रोफेसर और हाजी के बीच का रिश्ता लोग आश्चर्य से देखते हैं. हाजी कई दिनों से स्टेशन के बाहर प्रोफेसर के इंतज़ार में लेटा हुआ है. हाजी की स्मृति में स्टेशन के बाहर उसकी प्रतिमा स्थापित की गई है. समय के साथ हाजी बूढ़ा हो गया, लेकिन उसने इंतज़ार करना नहीं छोड़ा. 1935 में
उसी जगह बैठे बैठे उसने दम तोड़ दिया। उस समय बर्फ गिर रही थी। मरे हुए हाजी की खुली आंखों को जैसे अब भी इंतजार था। प्रोफेसर उयेनो के इंतजार में बैठे बैठे 1935 में हाजी ने दम तोड़ दिया। इस पर समाचार तैयार करें. ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ്. ഒരു പത്രവാർത്ത എഴുതുമ്പോൾ ആദ്യം ടൈറ്റിൽ കൊടുക്കണം. അപ്പനെ മാളിക്കയിലെ ഹാജി കാ ഇന്തസാർ ഖത്മ ഹുവ. തൻ്റെ യജമാനു വേണ്ടിയുള്ള ഹാജിയുടെ കാത്തിരിപ്പ് അവസാനിച്ചു. നെക്സ്റ്റ് പ്ലേസ് കൊടുക്കുക. ഹാജി ഏക് ഷാൻദാർ കുത്താത്ത. നല്ല ഒരു പട്ടിയായിരുന്നു ഹാജി. പ്രൊഫസർ ഉയേനോ ഹാജി ക മാലിക് ത. അവൻ്റെ ഉടമസ്ഥൻ പ്രൊഫസർ ഉയേനോ ആയിരുന്നു. ദോനോങ്കി അടൂട്ട് ദോസ്തി തീ. അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ ദൃഢമായിരുന്നു. 9 സാൽ പഹലെ ദഫ്തർ മേ പ്രൊഫസർ ക നിധൻ ഹുവ. 9 വർഷം മുമ്പ് ഓഫീസിൽ വച്ച് പ്രൊഫസർ മരണപ്പെട്ടു. ഹാജിക്കോ ഇസ്ക പതാനാത്ത. ഹാജിക്ക് ഇതറിയില്ലായിരുന്നു. കൈ സാലോം സെവ അപ്നെ മാലിക ഇന്തസാർ കർ രഹാത്ത. ധാരാളം വർഷമായി അവൻ തൻ്റെ മാലിക്കിനെ, അതിൻ്റെ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഗർമി ബർഫ് സർദി മേഫി റെയിൽവേ സ്റ്റേഷൻ ബൈറ്റ്കർ പ്രൊഫസർ കാ ഇന്തസാർ കർ രഹാത്ത. ചൂടായാലും മഞ്ഞായാലും തണുപ്പായാലും അവൻ റെയിൽവേ സ്റ്റേഷനിൽ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. പ്രൊഫസർ കാ ഇന്തസാർ കർത്തെ കർത്തെ 9 സാൽ ഓർ 9 മഹീന ബീത്ത് ഗയ. ഹാജി പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് 9 വർഷവും 9 മാസവും കഴിഞ്ഞു. കൽ ഷാം കോ 4 ബജെ ഹാജീനെ ദം തോട് ദിയ. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഹാജി മരിച്ചു. റെയിൽവേ സ്റ്റേഷൻ में ഹാജി को देखने के लिए लोगों की बड़ी भीड़ थी. റെയിൽവേ സ്റ്റേഷനിൽ ഹാജി കാണുന്നതിന് വേണ്ടി വലിയ തിരക്കായിരുന്നു.